സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആൻറ്റി റാഗിൻസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ കണ്ടെത്തലുകൾ ഫൈൻഡിങ്സ് വളരെ ഗുരുതരമാണ്, വളരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നതെന്നുള്ളതാണ്. ഇന്നിപ്പോൾ സിദ്ധാർത്ഥൻ്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടു. അതിലൊക്കെ എന്തെങ്കിലും പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ഏത് രീതിയിൽ ഇനി സമരവുമായി മുന്നോട്ട് പോകാനാണ് ആലോചന? മനുഷ്യത്വം എന്ന് പറയണത് ഇല്ലാത്തൊരു സർക്കാരും മുഖ്യമന്ത്രിയുമാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കേരളത്തിലെ അമ്മമാർ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ ഒരു ഭീകരത പല പല റിപ്പോർട്ടുകളിലൂടെയും നമുക്ക് പുറത്തു വരുമ്പോൾ കേരളത്തിലെ അമ്മമാരുടെ വ്യാകുലത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരെ നൊന്തുപെറ്റ കുട്ടികളെ, മക്കളെ കോളേജ് ക്യാമ്പസുകളിലേക്ക് വിടുക എന്നുള്ളതാണ്. ഇതിൽ മുഖ്യമന്ത്രിയെ ഇപ്പോൾ കാണുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് ഫേസ് ടു ഫേസും നവകേരള സദസ്സും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഈ മുഖ്യമന്ത്രിക്ക് അവരൊന്ന് വീട്ടിൽ ചെന്ന് കണ്ട് ഒന്ന് ആ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള ഒരു മനസ്സ് പോലും ഉണ്ടായില്ല എന്നുള്ളതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു സാധാരണ സംഭവങ്ങളാണ്. SFIയും DYFIക്കാരും CPMകാരും ഏത് തരത്തിലുള്ള ഈ ആളുകളെ ആക്രമിക്കുക, കൊല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഇവർക്കൊരു പുതുമയില്ല. ഇവർക്കതൊരു കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സംഭവം. പക്ഷേ കേരളത്തിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ ഇന്നലെ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ എല്ലാവരും ഒരു ആഘോഷിക്കുന്ന സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കേരളത്തിലെ അമ്മമാർക്ക് ആ ഒരു വനിതാ ദിനം പോലും അതിന് ഒരു സന്തോഷത്തിൻ്റെ നാളുകളല്ല. എന്ന് വെച്ചാൽ ആദിയും വ്യാധിയും നിറഞ്ഞ ഒരവസ്ഥയിലൂടെയാണ് കേരളത്തിലെ അമ്മമാർ കടന്നു പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആവശ്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ആവശ്യവും കുടുംബത്തിൻ്റെ ആവശ്യം പൊതുസമൂഹത്തിൻ്റെ ആവശ്യമൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഇവരുടെ കൈകടത്തലുകൾ ഇല്ലാത്തൊരു ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ അതിൽ CBI തന്നെ വരണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നീതിപൂർണമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ CBI ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും അനിവാര്യമാണ്. അതിന് തയ്യാറാകാതെ തീർച്ചയായും ഇപ്പോൾ ഇന്ന് ജില്ലാതലങ്ങളിൽ 3 സംഘടനകളുടെയും ജില്ലാ പ്രസിഡന്റുമാർ രാപ്പകൽ സമരം നടത്തുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ തലങ്ങളിലും പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട്